കുട്ടികൾക്കായുള്ള ബൈബിൾ അവതരണം. ആദ്യത്തെ ഈസ്റ്റർ. ആ സ്ത്രീ ശബ്ദത്താൽ നിറഞ്ഞ മലമുകളിൽ അരികത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് വളരെ ദുഃഖത്തോடு നോക്കി. അവളുടെ മകൻ മരിക്കുകയാണ്. അത് യേശുവിൻ്റെ അമ്മയായ മറിയയായിരുന്നു. യേശുവിനെ ക്രൂശിൽ കിടത്തി ആണിയടിക്കുന്നത് അവൾ നോക്കി നിന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? യേശുവിൻ്റെ മധുരമേറിയ ജീവിതം ഇത്രയും ക്രൂരമായി എങ്ങനെ അവസാനിച്ചു? ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ തറച്ചു കൊല്ലുവാൻ എങ്ങനെ സമ്മതിച്ചു? അവൻ ആരായിരുന്നു? യേശുവിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവോ? അതോ ദൈവം പരാജയപ്പെട്ടു പോയോ? ഇല്ല, ദൈവം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. താൻ മറ്റുള്ളവരാൽ കൊല്ലപ്പെടുമെന്ന് അവിടുത്തേക്ക് അറിയാമായിരുന്നു. യേശുവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശിമയോൻ മറിയയെ ധരിപ്പിച്ചിരുന്നു. ഒരു സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ വിലയേറിയതും സുഗന്ധമുള്ളതുമായ തൈലം പുരട്ടിയിരുന്നു. അവൾ പണം പാഴാക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യേശു പറഞ്ഞു, അവൾ ചെയ്തത് ഏറ്റവും വിലയേറിയ കാര്യമാണ്. എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. എത്ര വിചിത്രമായ വാക്കുകൾ! ഇതിനുശേഷം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാപുരോഹിതന്മാരെ അവൻ സമീപിച്ചു. യഹൂദന്മാരുടെ പെസഹാ പെരുന്നാളിൽ യേശു ശിഷ്യന്മാരുമായി അവസാന അത്താഴം കഴിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള വാഗ്ദത്തങ്ങളും ശ്രേഷ്ഠതകളും അവർക്ക് വിവരിച്ചു കൊടുത്ത ശേഷം അപ്പവും പാനപാത്രവും കൊടുത്തു. ഇത് യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും കുറിച്ചുള്ള ഓർമ്മയും പാപക്ഷമയും നൽകുന്നു. യേശു ശിഷ്യന്മാരോട്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോകുകയും ചെയ്യും. പത്രോസ് പറഞ്ഞു, ഞാൻ ഓടിപ്പോകയില്ല. കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞു. ആ രാത്രിയിൽ യേശു പ്രാർത്ഥിക്കുവാനായി ഗെത്ശമേന എന്ന തോട്ടത്തിൽ പോയി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം എന്ന് പ്രാർത്ഥിച്ചു. യൂദയാൽ നയിക്കപ്പെട്ട മഹാപുരോഹിതന്മാരും വലിയ ജനക്കൂട്ടവും തോട്ടത്തിൽ വന്നു. യേശു അവരെ തടഞ്ഞില്ല. എന്നാൽ പത്രോസ് ഒരുവന്റെ കാത് അറുത്തു കളഞ്ഞു. യേശു അവൻ്റെ കാത് വെച്ചുപിടിപ്പിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് തന്നെ ബന്ധിക്കുന്നത് എന്ന് യേശുവിന് അറിയാമായിരുന്നു. ജനക്കൂട്ടം യേശുവിനെ മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യേശുവിനെ കൊല്ലുവാൻ യഹൂദ നേതാക്കന്മാർ തീരുമാനിച്ചു. പത്രോസ് തീ കായുന്ന ജോലിക്കാരോടൊത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവനും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലയോ എന്ന് ചോദിച്ചു. 3 വട്ടം ഇല്ല എന്ന് പത്രോസ് പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. പത്രോസ് തന്നെ ശപിച്ച് ദുഃഖിച്ചു. ഉടനെ തന്നെ കോഴി കൂകി. ഇത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. യൂദായും ദുഃഖിച്ചു. യേശു ഒരു പാപവും തെറ്റും ചെയ്തിട്ടില്ല എന്ന് യൂദയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ യൂദ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാർക്ക് തിരികെ കൊടുക്കുവാൻ കൊണ്ടുവന്നപ്പോൾ അവർ അത് നിരസ്കരിച്ചു. യൂദ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവൻ തൂങ്ങി മരിച്ചു. പുരോഹിതന്മാർ യേശുവിനെ റോമൻ ഗവർണറായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, പീലാത്തോസ് പറഞ്ഞു. ജനം അവനെ കൊല്ലുവാൻ ആർത്തു വിളിച്ചു, ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞു. അവസാനം യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് വിധിച്ചു. പടയാളികൾ അവൻ്റെ മുഖത്തടിച്ചു. ചിലർ തുപ്പി, ചാട്ടവാർ കൊണ്ടടിച്ചു, മുള്ളുള്ള കിരീടം വെച്ചു,
എന്നിട്ട് യേശുവിനെ ആണികളാൽ തറച്ചു. ഇങ്ങനെയാണ് മരിക്കേണ്ടതെന്നും അറിയാമായിരുന്നു. യേശുവിൻ്റെ മരണം അനേകർക്ക് ആശ്വാസവും പാപക്ഷമയും നൽകുമെന്ന് അറിയാമായിരുന്നു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് പരദീസയിൽ പ്രവേശിച്ചു, മറ്റൊരുവൻ വിശ്വസിച്ചില്ല. ചില മണിക്കൂറുകളുടെ കഷ്ടതയ്ക്ക് ശേഷം യേശു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. അവിടുന്ന് പ്രാണനെ വിട്ടു. അവിടുത്തെ പ്രവർത്തനം നിവൃത്തിയായി. ഒരു കല്ലറയിൽ യേശുവിനെ തൻ്റെ സ്നേഹിതന്മാർ അടക്കം ചെയ്തു. റോമൻ പടയാളികൾ യേശുവിൻ്റെ കല്ലറയ്ക്ക് മുദ്രവെച്ച് കാവൽ നിന്നു. ആർക്കും പുറത്തോട്ടും അകത്തോട്ടും പോകുവാൻ കഴിയുമായിരുന്നില്ല. ഇതോടുകൂടി കഥ അവസാനിച്ചിരുന്നെങ്കിൽ ദുഃഖകരമായിരുന്നേനെ. എന്നാൽ ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. യേശു മരണത്തിന് കീഴടങ്ങിയില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ കല്ലറയ്ക്കിൽ നിന്നും കല്ല് മാറിപ്പോയതായി ചില ശിഷ്യന്മാർ കണ്ടു. അവർ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ യേശുവിനെ കണ്ടില്ല. ഒരു സ്ത്രീ കല്ലറയുടെ അടുത്തു നിന്ന് കരയുന്നുണ്ടായിരുന്നു. യേശു അവൾക്ക് പ്രത്യക്ഷനായി. അവൾ പോയി മറ്റു ശിഷ്യന്മാരോട്, യേശു ജീവിക്കുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ ഇല്ല എന്ന് പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കയ്യിലെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. ഇത് സത്യമായിരുന്നു. യേശു വീണ്ടും ജീവിച്ച് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ക്ഷമിച്ചു, സ്നേഹിച്ചു. തന്നെക്കുറിച്ച് എല്ലാവരോടും പറയുവാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് സ്വർഗത്തിലേക്ക് തിരികെ പോയി. ആമേൻ. നാം തെറ്റുകാരെന്ന് ദൈവം അറിയുന്നു. അതിന് പാപമെന്നും പറയുന്നു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ മകനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശു മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമെങ്കിൽ ദൈവത്തോട് ഇപ്രകാരം പറയുക, പ്രിയ ദൈവമേ, യേശുവേ, എനിക്കു വേണ്ടി മരിച്ച് ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. നിരന്തരം നിന്നോട് അടുത്ത് ജീവിക്കുവാനും നിൻ്റെ മകനായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. ആദ്യത്തെ ഈസ്റ്റർ ദൈവവചനത്തിൽ നിന്നും ഒരു കഥ, ബൈബിളിൽ നിന്നും എടുത്തത്. മത്തായി 26-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ, ലൂക്കോസ് 22-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ, യോഹന്നാൻ 13-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ. നിങ്ങളുടെ പ്രവേശന വാക്ക് വെളിച്ചം പകരട്ടെ. സങ്കീർത്തനം 119:130. എഴുതിയത് എഡ്വേർഡ് ഹ്യൂഗ്സ്. തർജ്ജിമ ചെയ്തത് ലിൻ ഡോക്സൺ. അംഗീകരിച്ചത് റവറൻ ബെന്നി. ബൈബിൾ ഫോർ ചിൽഡ്രൻ,